ഇന്ന് റിലീസായ ഫൂട്ടേജ് എന്ന സിനിമയുടെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സിനിമ നിങ്ങൾ കാണാൻ പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമയുടെ റിവ്യൂ കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ സിനിമയ്ക്ക് പോകാവൂ. അതിന്റെ പ്രധാന കാരണം എന്തൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. എന്റെ വീഡിയോ കണ്ടിട്ട് പോകണം എന്നല്ല ഞാൻ പറഞ്ഞത്, ആരുടെയെങ്കിലും ഒരു റിവ്യൂ കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ സിനിമയ്ക്ക് പോകാവൂ. കാരണം ഈ ഒരു സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിട്ടുള്ളത്. അതായത് ഈ ഒരു സിനിമ 18+ സിനിമയാണ്. അതായത് 18 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ഈ സിനിമ കാണാൻ പറ്റുള്ളൂ. അതിന് താഴെയുള്ള ചെറിയ മക്കളുമായിട്ട് ഈ സിനിമ ഒരിക്കലും കാണാൻ പോകരുത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ അച്ഛനമ്മയുമായിട്ട് ഫാമിലി ആയിട്ട് ഒരു സിനിമ ഒരിക്കലും ഈ ഒരു സിനിമ കാണാൻ പോകരുത്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഒരു സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് ഈ ഒരു സിനിമ വയലൻസ് കൂടിയത് കൊണ്ട് എ സർട്ടിഫിക്കറ്റ് കിട്ടി, അതുകൊണ്ടായിരിക്കും എ സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമയായിട്ട് ഈ ഒരു സിനിമ പുറത്തിറങ്ങുന്നത്. കാരണം വയലൻസും കാര്യങ്ങളും കട്ട് ചെയ്യാതെ അതേപോലെ തന്നെ കാണിച്ചു വരുന്ന സിനിമയായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഈ സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന്റെ കാരണം എന്താണെന്ന് സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. സിനിമയുടെ തുടക്കം മുതലേ എനിക്ക് മനസ്സിലായി ഇതിന് എ സർട്ടിഫിക്കറ്റ് അല്ല, അതിന്റെ അപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൊടുക്കേണ്ട സിനിമയായിരുന്നു. കാരണം അത്രയേറെ ഹോട്ട് രംഗങ്ങൾ ഈ ഒരു സിനിമയിൽ കുത്തി നിറച്ചിട്ടുണ്ട്. പുട്ടിൽ നമ്മൾ തേങ്ങ ഇടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഹോട്ട് രംഗങ്ങൾ, ബെഡ് സീനുകൾ ഒക്കെ ഈ ഒരു സിനിമയിൽ കുത്തി നിറച്ചിട്ട് എന്തിന്റെ ആവശ്യത്തിനാണ് എന്നുള്ളത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഈ ഒരു സിനിമയുടെ നായകന്റെയും നായികയുടെയും സ്വഭാവം മനസ്സിലാക്കാനാണെങ്കിൽ 1-2 സീനുകൾ തന്നെ ആദ്യം കാണിക്കുന്നുണ്ട്. അപ്പൊ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നീട് ഇത് ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് ഇപ്പോഴും മനസ്സിലായില്ല. പ്രേക്ഷകനെ സിനിമയിലേക്ക് ആകർഷിക്കാനാണോ അതോ സിനിമ കൂടുതൽ നേരം ഉള്ളത് അറിയാതെ പോകാനാണോ, ആളുകളെ എൻജോയ് ചെയ്യാനാണോ, എന്തിനാണോ ഒന്നും മനസ്സിലാവുന്നില്ല. ഇനി നമ്മൾ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഫൂട്ടേജ് എന്ന സിനിമ ഒരു പരീക്ഷണ ചിത്രമാണ്. പക്ഷെ ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത് 2020 നമ്മുടെ ഈ രാജ്യത്ത് ഉണ്ടായിട്ടുള്ള ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കഥയാണ് ഈ ഒരു സിനിമ നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് ചിത്രത്തിലെ നായകനും നായികയും വ്ളോഗേഴ്സ് ആണ്. ലിവിംഗ് ടു ദ റിലേഷൻഷിപ്പിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ജീവിതം നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്നൊക്കെ വളരെ വിശദമായിട്ട് സിനിമ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇവര് വെറൈറ്റി കണ്ടന്റുകളൊക്കെ അന്വേഷിച്ച് നടന്നിട്ട് അത് വീഡിയോസ് രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു പാഷനായിട്ട് മുന്നോട്ട് പോകുന്ന ഒരേ സ്വഭാവമുള്ള ഒരു കപ്പിൾസ് ആണ് ഈ സിനിമയിലെ നായികയും അതുപോലെ തന്നെ നായകനും. അതായത് വൈശാഖും ഗായത്രി അശോകുമാണ് ഈ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അവർ ഇതുപോലെ വെറൈറ്റി കണ്ടന്റുകൾ അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് അവരറിയാതെ ഒരു അപകടത്തിൽ പോയി പെടുകയും പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെടുമോ ഇല്ലയോ എന്നുള്ളതാണ് ഈ ഒരു സിനിമ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത് ഉണ്ടായ സംഭവമാണെന്ന് നമ്മൾ പറഞ്ഞു. ആ ഉണ്ടായ സംഭവത്തിൽ യഥാർത്ഥ വ്ളോഗേഴ്സിന്റെ ക്യാമറയിൽ നിന്നും കിട്ടിയ ഫൂട്ടേജിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സിനിമ ചിത്രീകരിച്ചിട്ടുള്ളത്. അതായത് ഇന്റർവെൽ വരെ ആ ബോയുടെ ഫൂട്ടേജ്, അതായത് ആ ബോയുടെ ക്യാമറയിൽ നിന്നുള്ള ഫൂട്ടേജിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് ഇന്റർവെൽ വരെ പറഞ്ഞു തരുന്നത്. അതിനുശേഷം സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഗേളിന്റെ ക്യാമറയിലെ ഫൂട്ടേജും കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ സിനിമയുടെ കൂടുതൽ കഥയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, കാരണം അത് സിനിമ കാണേണ്ടവർക്ക് കണ്ടു തന്നെ മനസ്സിലാക്കുക. എനിക്ക് ഈ ഒരു സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറയുന്നത് ആദ്യം മുതൽ അവസാനം വരെ ഒരുപാട് ഹോട്ട് രംഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളായിട്ടും മാതാപിതാക്കളായിട്ടും ഈ സിനിമ ദയവ് ചെയ്ത് കാണരുത്. നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് പോയിരുന്ന് കാണുക. അത്ര തന്നെ ഈ സിനിമയെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. അതുപോലെ തന്നെ സിനിമ 2 മണിക്കൂർ 5 മിനിറ്റേ ഉള്ളൂ എന്ന് തോന്നുന്നു. പക്ഷെ ഭയങ്കര ലാഗാണ് ഫീൽ ചെയ്യുന്നത്. ഒടുക്കത്തെ ലാഗ്. നമ്മളൊരു 4 മണിക്കൂർ സിനിമ കണ്ടാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് ഈ സിനിമ എടുത്തു വെച്ചിട്ടുള്ളത്. വളരെയധികം ലാഗ് തോന്നുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഷോർട്ട് ഫിലിമിനുള്ള കഥ മാത്രമേ ഈ സിനിമയിലുള്ളൂ. പക്ഷെ സിനിമയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മറ്റേ രംഗങ്ങൾ കുത്തി നിറച്ചിട്ട് ഈ സിനിമ ഒരു 2 മണിക്കൂർ എത്തിപ്പിക്കാൻ പറ്റ പാട് ആ ഒരു സംവിധായകന് മാത്രമേ അറിയുള്ളൂ. സൈജു സുരേന്ദ്രൻ എന്ന് പറയുന്ന ആ ഒരു സംവിധായകന്റെ കഴിവ് എന്ന് വേണം പറയാൻ. കാരണം 2 മണിക്കൂർ ആളെ എത്തിച്ചല്ലോ. അപ്പൊ അതിനൊരു സ്പെഷ്യൽ കയ്യടി അദ്ദേഹം അറിയിക്കുന്നുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ സിനിമ ഒരു പരീക്ഷണ ചിത്രമാണ്. സാധാരണ പ്രേക്ഷകന് ഒരിക്കലും ദഹിക്കില്ല ഒരു സിനിമ. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി, ഇറങ്ങി പോകാം എന്നുള്ള ഒരു മൈൻഡ് ആയിരുന്നു എനിക്കുണ്ടായത്. എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഈ സിനിമയിൽ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന മഞ്ജു വാര്യർ എന്തിനാണ് അഭിനയിച്ചതെന്ന് എനിക്ക് എപ്പോഴും മനസ്സിലാവുന്നില്ല. എന്തിന്റെ റോളാണെന്ന് ഒരു അക്ഷരം പോലും ഈ ഒരു സിനിമയിൽ മഞ്ജു വാര്യർ മിണ്ടുന്നില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സിനിമയിൽ എന്തിനാണ് വൈശാഖിനെ തെരഞ്ഞെടുത്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പൊ അതിനൊരു ഉത്തരമേ ഉള്ളൂ. അവസാനത്തേക്ക് വരികയാണെങ്കിൽ മഞ്ജു വാര്യറിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് ഇടി വാങ്ങുന്ന ഒരു നായകനെയാണ് ഈ സിനിമയ്ക്ക് ആവശ്യം. അപ്പൊ എന്തായാലും അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള നായകന്മാരൊന്നും ഈ സിനിമയിൽ വരില്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം ഇതുപോലെ ഒരു ചെറിയ കുറച്ച് പടത്തിൽ അഭിനയിച്ചിട്ടുള്ള വൈശാഖിനെ ഈ സിനിമയിൽ നായകനായിട്ട് എടുത്തുള്ളത്. എന്തായാലും ഈ സിനിമ വളരെയധികം പ്രതീക്ഷയോട് കൂടി കാണാൻ പോയിട്ടുള്ള സിനിമയാണ്. ഇന്ന് ഒരുപാട് സിനിമ റിലീസ് ആയിട്ടുണ്ട്. ആദ്യം ഞാൻ കാണാൻ പോയത് ഈ ഒരു സിനിമയാണ്. കാരണം ഇതൊരു ഗംഭീര ത്രില്ലർ ആയിരിക്കും, അതുപോലെ തന്നെ ഒരുപാട് വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു സിനിമയായിരിക്കും എന്ന് വിചാരിച്ചു പോയതാണ്. തീർത്തും നിരാശയായിരുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു സിനിമ. ഇനി നിങ്ങൾക്ക് കണ്ടിട്ട് തീരുമാനിക്കാം ഈ സിനിമ എങ്ങനെയുണ്ടെന്ന്. സിനിമ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക.